സോ ജെങ്കിൻസിനെ കുറിച്ചൊരു ഹൈ ലെവലിലുള്ളൊരു ഐഡിയ നമുക്ക് അത്യാവശ്യമാണ് AWSൻ്റെ ഒരു കോഴ്സ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് ഈ ഒരു സെഷനിൽ ജെങ്കിൻസ് എന്താണെന്നും ജെങ്കിൻസിൻ്റെ യൂസ് എന്താണെന്നും നമുക്ക് ഒരു ഹൈ ലെവലിൽ നമുക്കൊന്ന് നോക്കി മനസ്സിലാക്കാം. അപ്പോൾ ജെങ്കിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇതൊരു ഓപ്പൺ സോഴ്സ് ടൂളാണ്. ജാവയിലാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് CI/CD ഓട്ടോമേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് കണ്ടിന്യൂസ് ഇൻറ്റഗ്രേഷൻ ആൻഡ് കണ്ടിന്യൂസ് ഡെവലപ്മെൻറ്റിന് യൂസ് ചെയ്യുന്ന ഒരു ഓട്ടോമേഷനെ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ജെങ്കിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ജെങ്കിൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള AWSൻ്റെ മറ്റ് സർവീസസ് നമ്മൾ പഠിച്ചതാണ്. അതായത് കോഡ് ബിൽഡ്, കോഡ് പൈപ്പ്ലൈൻ, കോഡ് ഡിപ്ലോയ്, ഇതെല്ലാം തന്നെ നമുക്ക് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റും ജെങ്കിൻസ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഒരു ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പം ഏതെങ്കിലും ഒരു ഭാഗം, അതായത് കോഡ് ബിൽഡ് വേണമെങ്കിൽ ജെങ്കിൻസ് കൊണ്ട് റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ കോഡ് പൈപ്പ്ലൈൻ റീപ്ലേസ് ചെയ്യാം ജെങ്കിൻസ് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ മൊത്തത്തോടെ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ജെങ്കിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ജെങ്കിൻസ് നമുക്ക് ഈ ഒരു ഡെവോപ്സിൻ്റെ പല സ്റ്റേജസിൽ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇതിന് വളരെ ഫ്ലെക്സിബിളാണ്. ഒരു പ്ലഗിൻ ആർക്കിടെക്ചറാണ് ജെങ്കിൻസിന് ഉള്ളത്. അപ്പോൾ ജെങ്കിൻസിന് പ്ലഗിൻസ് ഉള്ളത് കാരണം തന്നെ പല മേഖലയിൽ, ഡെവോപ്സിൻ്റെ പല മേഖലയിൽ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ടൂളിൽ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ജിറ്റ്, മാവൻ, ആമസോൺ EC2 ഇതെല്ലാം ആയിട്ട് തന്നെ ഇതിൽ ഒരുപാടായിട്ട് അരക്കണക്കിന് ഇൻറ്റഗ്രേഷൻസ് പോസിബിളാണ്. ഇതെല്ലാമായിട്ട് തന്നെ നമുക്ക് പ്ലഗിൻസ് ഉപയോഗിച്ചിട്ട് ജെങ്കിൻസ് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജെങ്കിൻസ് നമ്മൾ സാധാരണ ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റപ്പ് ചെയ്യുന്നത് ഒരു മാസ്റ്റർ സ്ലേവ് കോൺഫിഗറേഷൻ എന്നുള്ള നിലയ്ക്കാണ് ജെങ്കിൻസ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ നമ്മൾ ജെങ്കിൻസ് പ്രോജക്ട്സിന് ഒരു ഫയൽ ഉണ്ടാവും, ജെങ്കിൻസ് ഫയൽ എന്നും പറഞ്ഞിട്ട്. അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ കോഡ് ബിൽഡൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ബിൽഡ് spec.yml യൂസ് ചെയ്തതുപോലെ ജെങ്കിൻസ് പ്രോജക്ട്സിന് ജെങ്കിൻസ് ഫയൽ എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടാവും. അതിലായിരിക്കും നമ്മൾ മറ്റ് കോൺഫിഗറേഷൻസും കാര്യങ്ങളെല്ലാം ജെങ്കിൻസിൻ്റെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ജനറലി ജെങ്കിൻസ് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ. ജെങ്കിൻസിനെ കുറിച്ച് നമ്മൾ ഒരു ബ്രീഫായിട്ടൊരു ഐഡിയ പറയുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് അതിൽ ഉള്ളത്. അപ്പോൾ ഇതിൽ ഈ ഒരു ഇമേജ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ജെങ്കിൻസ് ഡെവോപ്സിൻ്റെ ഏതൊക്കെ സ്റ്റേജസ്, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പല സ്റ്റേജസിലും ജെങ്കിൻസ് ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതായത് ബിൽഡ് സ്റ്റേജിൽ മാവനിലുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും, ടെസ്റ്റിങ്ങിനാണെങ്കിൽ സെലനിയുമായിട്ട് ഇൻറ്റഗ്രേഷൻ പോസിബിളാണ്, കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ് ആണെങ്കിൽ പപ്പറ്റ്, കണ്ടിന്യൂസ് ഡിപ്ലോയ്മെൻറ്റ് ആണെങ്കിൽ ആൻസിബിൾ, നാഗ്യൂസ് മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ട്, വെർഷൻ കൺട്രോളിംഗ് ആണെങ്കിൽ ജിറ്റ് ആയിട്ട്. അപ്പോൾ ഇതെല്ലാമായിട്ടും ജെങ്കിൻസിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു ഫീച്ചർ അതിന് പോസിബിളാണ് ജെങ്കിൻസ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ അടുത്ത് നമുക്ക് ജെങ്കിൻസിൻ്റെ നമ്മൾ ഓൾറെഡി ഒന്ന് മെൻഷൻ ചെയ്തിരുന്നു. ജെങ്കിൻസ് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത് ഒരു മാസ്റ്റർ സ്ലേവ് ആർക്കിടെക്ചറിലാണെന്ന് പറഞ്ഞിരുന്നു. അപ്പം സ്ലേവ് ആർക്കിടെക്ചറിന് നമുക്ക് അല്ലെങ്കിൽ ബിൽഡ് ഫാം എന്ന് പറയാം. അതായത് ഓരോ വർക്ക്സ് നടക്കുന്നത് സ്ലേവ്സ് ആണ്. ഓരോ വർക്കുകളും ബിൽഡ് വർക്ക്, ഫോർ എക്സാമ്പിൾ ഇപ്പം കോഡ് ഡിപ്ലോയ് ഉപയോഗിച്ചിട്ട് നമ്മൾ കോഡ് ബിൽഡ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ ജെങ്കിൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ജെങ്കിൻസിൻ്റെ സ്ലേവ്സ് ആണ് ഈ പറഞ്ഞ ബിൽഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു കുറേ സ്ലേവുകളുടെ കൂട്ടങ്ങൾ നമ്മുടെ ബിൽഡ് ഫാം എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ജെങ്കിൻസിൻ്റെ ഒരു മാസ്റ്റർ സ്ലേവ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജെങ്കിൻസിൻ്റെ മാസ്റ്റർ നമ്മളിപ്പോൾ ഒരിടത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ ആ മാസ്റ്റർ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ചിട്ടായിരിക്കും മറ്റ് സ്ലേവ്സ് എന്ത് ചെയ്യണമെന്നും എന്ത് ബിൽഡ് ചെയ്യണമെന്നും ഒക്കെ ആ മറ്റ് സ്ലേവ്സിന് ഇൻഫർമേഷൻസ് കൊടുക്കുന്നത് ഈ മാസ്റ്റർ ആയിരിക്കും. അപ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് ഇത് സെറ്റപ്പ് ചെയ്യാം ജെങ്കിൻസ്. അതായത് ബോത്ത് മാസ്റ്റർ ആൻഡ് സ്ലേവ്സ് ക്യാൻ ബി ഓൺ ദ സെയിം EC2 ഇൻസ്റ്റൻസ്. മാസ്റ്ററും അതിൻ്റെ സ്ലേവ് മെഷീൻസും രണ്ടും നമുക്ക് ഒരു മെഷീനിൽ തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം, സെപ്പറേറ്റ് വർക്കർ ഫ്രം മാസ്റ്റർ ഫോർ എ മോർ സ്കേലബിൾ സൊല്യൂഷൻ. അപ്പം ഒരു മെഷീനിൽ തന്നെ രണ്ടും സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നമ്പർ ഓഫ് ബിൽസ് ഒക്കെ കൂടുന്ന സമയത്ത് മാസ്റ്ററിന് ലോഡ്, ആ മാസ്റ്ററും സ്ലേവ്സും കൂടെ ഒരു മെഷീൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ലോഡ് വളരെയധികം കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസ് വരുമ്പോൾ നമ്മളെപ്പോഴും സ്ലേവിനെ സെപ്പറേറ്റ് ചെയ്ത് മറ്റ് മെഷീൻസിലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ നമുക്ക് കൂടുതലും ബിൽഡൊക്കെ കൂടി വരുന്ന സമയത്ത് ആ സ്കെയിലബിൾ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ കുറച്ചുകൂടെ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പോസിബിളാണ്. അപ്പോൾ കുറച്ച് ബിൽഡ്സ് ഉള്ളപ്പോൾ കുറച്ച് ഓട്ടോ സ്കെയിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നമ്പർ ഓഫ് വർക്കർ സ്ലേവ്സിന് മാത്രം മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അങ്ങനെ ബിൽഡ്സ് കൂടുതൽ വരുന്ന സമയത്ത് കൂടുതൽ നമ്പർ ഓഫ് നമുക്ക് സ്ലേവ്സിന് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ, എക്സ്പാൻഡ് ചെയ്യാനായിട്ട്, സ്കെയിൽ ചെയ്യാനായിട്ട് പോസിബിളാണ്. അപ്പോൾ മിക്കവാറും നമ്മൾ പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റർ ഒരു മെഷീനിലും സ്ലേവ്സ് മറ്റ് മെഷീൻസിലും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതാണ് ബേസിക്കലി ആയിട്ട് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്ന ഒരു കൺവെൻഷണൽ മെത്തേഡ്. അപ്പോൾ നമുക്ക് AWSൽ ജെങ്കിൻസ് സാധാരണ സെറ്റപ്പ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഒരു ജെങ്കിൻസിൻ്റെ സെർവർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഒരു ആമസോണിൻ്റെ EC2 ഇൻസ്റ്റൻസിലായിരിക്കും.
അപ്പോൾ ആമസോൺ EC2 ഇൻസ്റ്റൻസിൽ നമ്മൾ പ്രിഫറബിളി ഒരു ഇലാസ്റ്റിക് API നമ്മൾ അതിൽ ജനറേറ്റ് ചെയ്തിട്ട് അത് അറ്റാച്ച്ഡ് ആയിരിക്കും. കാരണം നമുക്ക് മാസ്റ്റർ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക്കലി നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇലാസ്റ്റിക് APIയും കൂടെ കൊടുത്തിട്ട് നമ്മൾ അതിൽ അറ്റാച്ച് ചെയ്തേക്കും മിക്കവാറും അല്ല ആമസോണിൻ്റെ EC2 ഇൻസ്റ്റൻസിൽ. അതിലായിരിക്കും നമ്മൾ ജെങ്കിൻസ് സെർവർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പിന്നീട് നമുക്ക് സ്ലേവ്സ് മൾട്ടിപ്പിൾ സ്ലേവ്സ് ഉണ്ടായിരിക്കും മിക്കവാറും. അപ്പോൾ അങ്ങനെ അതെല്ലാം നമ്മൾ മറ്റ് ഓരോരോ EC2 ഇൻസ്റ്റൻസസിലായിരിക്കും ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ആ EC2 ഇൻസ്റ്റൻസസ് പബ്ലിക് സബ്നെറ്റിലാവാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പ്രൈവറ്റിലും കൊടുക്കാം നമ്മുടെ ആർക്കിടെക്ചർ അനുസരിച്ചിട്ട്. അപ്പോൾ അതാണ് ബിൽഡ് സ്ലേവ്സ്. നമ്മൾ നേരത്തെ കണ്ട പോലെ ബിൽഡ് ഫാംസ് എന്നൊക്കെ പറയുന്ന ഇതാണ്. അപ്പം ഇങ്ങനെ നമുക്ക് സെറ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ യൂസർ ആക്സസ് ചെയ്യുന്ന നമ്മൾ മാസ്റ്ററിലോട്ട് ഇൻഫർമേഷൻ കൊടുത്തിട്ട് അപ്പോൾ മാസ്റ്ററിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ജെങ്കിൻസ് സെർവറിൽ നിന്ന് പോകുന്ന ഇൻഫർമേഷൻ അനുസരിച്ചിട്ടായിരിക്കും സ്ലേവ്സ് ബിൽഡ്സ് നടക്കുന്നത്. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ നമ്മൾ ഇങ്ങനെയാണ് സെറ്റപ്പ് ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് എനിക്ക് ഒരു PDF ഫയലുണ്ട്, ഇതിൻ്റെ ഒരു ജെങ്കിൻസിൻ്റെ ഒരു വൈറ്റ് പേപ്പർ ഉണ്ട്, ഒരു PDF ഫയൽ. അത് ഞാൻ ഈ ഒരു ട്യൂട്ടോറിയലിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തേക്കാം. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ഈ പല സ്ക്രീൻഷോട്ട്സും ഇതിൽ ഈ ഒരു സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് നോക്കാം. അപ്പോൾ ഇതിന് സ്ട്രാറ്റജീസ് ഫോർ ജെങ്കിൻസ് മാസ്റ്റർ ഡിപ്ലോയ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ രണ്ട് സിനാരിയോസാണ് വരുന്നത് നമുക്ക്. അതായത് എ സിംഗിൾ ലാർജ് മാസ്റ്റർ സെർവർ വിത്ത് മൾട്ടിപ്പിൾ വർക്കർ നോഡ്സ് കണക്റ്റഡ് ടു ഇറ്റ്. അപ്പോൾ ഒരു സാധാരണ വരുന്ന ഒരു സിനാരിയോ മെയിനായിട്ട് നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസ്റ്റർ നോഡ് കാണും. അപ്പോൾ അതിൽ മൾട്ടിപ്പിൾ വർക്കർ നോഡ്സ് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു മാസ്റ്ററിൽ നിന്നായിരിക്കും ഇൻഫർമേഷൻസ് കൊടുക്കുന്ന അനുസരിച്ചായിരിക്കും വർക്കർ നോഡ്സ് ബിൽഡ്സ് നടത്തുന്നതും അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. ഒരു മാസ്റ്ററും മൾട്ടിപ്പിൾ വർക്ക് നോഡ്സും വരുന്നത്. പിന്നീട് സെക്കൻഡ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ സ്മോളർ മാസ്റ്റർ സെർവേഴ്സ് വിത്ത് മൾട്ടിപ്പിൾ വർക്കർ നോഡ്സ് കണക്റ്റഡ് ടു ഈച്ച്. ചെറിയ മൾട്ടിപ്പിൾ ആയിട്ടുള്ള മാസ്റ്റർ നോട്ട്സ് ആയിരിക്കും. ഇത്ര വലുതായിരിക്കില്ല, പക്ഷേ ചെറിയ മാസ്റ്റർ ആയിരിക്കും, പക്ഷേ മൾട്ടിപ്പിൾ എണ്ണം കാണും. അതുപോലെ ഓരോ മാസ്റ്ററിനും സെപ്പറേറ്റ് വർക്ക് നോട്ട്സും കാണും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ സെറ്റപ്പ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ മാസ്റ്റർ നോട്ട്സ് എല്ലാം ഡിഫറെൻറ്റ് അവൈലബിലിറ്റി സോൺസിലായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് അവൈലബിലിറ്റി സോൺസിലായിരിക്കും, പക്ഷേ അതിൻ്റെ വർക്ക് സ്റ്റേറ്റ് മിക്കവാറും ഷെയർ ചെയ്ത് തമ്മിൽ ഷെയർഡ് ആയിരിക്കും. ഒരു EFSO അങ്ങനെ എന്തെങ്കിലും ഒരു ടെക്നോളജി വെച്ചിട്ട് വർക്ക് നോട്ട്സ് അതിൻ്റെ വർക്ക് സ്റ്റേറ്റ് ഷെയർഡ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു യൂസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു മാസ്റ്റർ നോഡ് ഇപ്പോൾ ഈ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു മാസ്റ്റർ നോഡ് ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നീട് കംപ്ലീറ്റ് ഡൗൺ ആയി പോകും. ആ ഒരു ബിൽഡ് സ്റ്റേജ് എന്താണോ അവിടുത്തെ ഒരു സ്റ്റേജ് എന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ് ഡൗൺ ആയി പോകും. പക്ഷേ നമ്മൾ ഇതുപോലത്തെ ഒരു മൾട്ടിപ്പിൾ മാസ്റ്റർ നോഡ് സെറ്റപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു മാസ്റ്റർ ഫെയിൽ ആയിരുന്നാലും ഞാൻ പറഞ്ഞതുപോലെ അതിൻ്റെ വർക്ക് സ്റ്റേറ്റ് ഷെയർഡ് ആയതുകൊണ്ട് അതിനടുത്ത ഒരു മാസ്റ്റർ ആ വർക്ക് കണ്ടിന്യൂ ചെയ്യും. ആ എവിടെയാണോ ഫെയിൽ ആയത് അവിടെ വെച്ചിട്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. കാരണം ആ ഇൻഫർമേഷൻ ഓൾറെഡി EFS പോലുള്ള ടെക്നോളജീസ് വെച്ചിട്ട് ഷെയർഡ് ആണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. പക്ഷേ നമുക്ക് മൾട്ടി ACസിൽ വേണം ഇങ്ങനത്തെ സെറ്റപ്പ് നമുക്ക് ഡിപ്ലോയ് ചെയ്യാനായിട്ട്, മൾട്ടിപ്പിൾ മാസ്റ്റേഴ്സ് ഡിപ്ലോയ് ചെയ്യാനായിട്ട്. കാരണം ഒരു ACയിൽ തന്നെ എല്ലാ മാസ്റ്റേഴ്സും ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മീനിങ് ഇല്ല. അതുകൊണ്ട് കാരണം അത് ഒരു AC ഡൗൺ ആവുകയാണെങ്കിൽ കംപ്ലീറ്റ് മാസ്റ്റേഴ്സും ഡൗൺ ആയി പോകും. അപ്പോൾ സാധാരണ നമ്മൾ മൾട്ടി മാസ്റ്റേഴ്സ് ഡിപ്ലോയ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ACസിലായിരിക്കും. ഓരോ മാസ്റ്ററിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് സ്ലേവ്സും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് രണ്ട് സ്ട്രാറ്റജീസ് നമുക്ക് മാസ്റ്റർ സ്ലേവ് ഡിപ്ലോയ് ചെയ്യാനായിട്ടുള്ള. പിന്നീട് നമുക്ക് പറയേണ്ടത് ഓരോരോ ടൈപ്പ് ഓഫ് ഇൻ്റഗ്രേഷൻസ് ആണ് ഇനി. അതായത് ജെങ്കിൻസ് ഇപ്പോൾ കോഡ് പൈപ്പ്ലൈൻ ആയിട്ട് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതായത് നമ്മൾ പൈപ്പ് ലൈനും കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. നമ്മൾ ഡിഫറെൻറ്റ് സർവീസസ് പഠിച്ചു കഴിഞ്ഞു. AWSൻ്റെ കോഡ് കമ്മിറ്റ് എന്തിനാണ്, കോഡ് പൈപ്പ് ലൈൻ എന്തിനാണ്, കോഡ് ഡിപ്ലോയ് എന്തിനാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഈ ഒരു സിനാരിയോയിൽ ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത്, അതായത് ഇപ്പം ഒരു ഡെവലപ്പർ കോഡ് പുഷ് ചെയ്തു, AWS കോഡ് കമ്മിറ്റിലോട്ട് പുഷ് ചെയ്തു. അപ്പോൾ ഒരു സ്റ്റേറ്റ് ചേഞ്ച് ഉണ്ടായി, അതായത് കോഡ് കമ്മിറ്റിലൊരു കോഡ് ചേഞ്ച് ഉണ്ടായി. അപ്പോൾ ആ ഒരു പൈപ്പ് ലൈൻ ട്രിഗർ ആയപ്പോൾ അത് കോഡ് ബിൽഡ്, സാധാരണ നമ്മൾ ബിൽഡ് ചെയ്യുന്നതിന് കോഡ് ബിൽഡാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ അതിന് പകരമായിട്ട് നമുക്ക് ജെങ്കിൻസ് യൂസ് ചെയ്യാൻ പറ്റും ആ ഒരു കോഡ് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ കോഡ് ബിൽഡ് ചെയ്ത് സക്സസ്ഫുൾ ആണെങ്കിൽ പിന്നീട് അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു ആർട്ടിഫാക്റ്റ് പിന്നെ കോഡ് ഡിപ്ലോയിലോട്ട് പോയിട്ട് അവിടെ നിന്ന് കോഡ് ഡിപ്ലോയ് ആപ്ലിക്കേഷൻ സെർവേഴ്സിലോട്ട് ഡിപ്ലോയ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ജെങ്കിൻസ് റീപ്ലേസ് ചെയ്തിരിക്കുന്ന കോഡ് ബിൽഡിനെയാണ് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു എക്സാമ്പിളാണ്. ഇതുപോലെ ആ ഒരു വൈറ്റ് പേപ്പർ ഞാൻ നിങ്ങൾക്ക് ഇവിടെ അറ്റാച്ച് ചെയ്തേക്കാം. ഇതിൽ അതുപോലെ ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഇതാണ് ഒരു ഓവർവ്യൂ, ജെങ്കിൻസ് എന്താണ്, എവിടെയൊക്കെയാണ് അത് യൂസ് വരുന്നത്, എങ്ങനെയൊക്കെ സെറ്റപ്പ് ചെയ്യാം, ഏതൊക്കെ ടൈപ്പിലാണ് അതിൻ്റെ ആർക്കിടെക്ചർ സെറ്റപ്പ് മോഡൽ വരുന്നത് എന്നുള്ള കുറിച്ചൊക്കെ ഒരു ഐഡിയ ആണ് ഞാൻ ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ജെങ്കിൻസ് എങ്ങനെയാണ് നമുക്കത് ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റപ്പ് ചെയ്യുന്നതെന്നും കൂടെ നമുക്കൊന്ന് നോക്കി മനസ്സിലാക്കാം. അപ്പോൾ ഇതിൻ്റെ വൈറ്റ് പേപ്പർ ഞാനിപ്പോൾ ഒന്ന് എടുത്ത് കാണിക്കും. അതിൽ ഇതുപോലുള്ള വേറെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ആ ഒരു വൈറ്റ് പേപ്പർ. ഞാൻ ഈ ട്യൂട്ടോറിയലിൻ്റെ കൂടെ ഈ ഒരു സെഷനിൽ ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കാം ആ ഒരു വൈറ്റ് പേപ്പർ, ഈ ഒരു PDF ഫയൽ. അതായത് കണ്ടില്ലേ, ഈ ഒരു ആർക്കിടെക്ചറാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. ഇവിടെ കോഡ് ബിൽഡാണ് അത് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വേറെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്.
ഇത് ഓരോന്നും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് ആമസോൺ ECR ആണ്. ECRൽ നിന്ന് കണ്ടെയ്നർ ഇമേജസ് പുഷ് ചെയ്ത് തിരിച്ച് കൊണ്ടുവന്നിട്ട് ECSലോട്ട് ഡിപ്ലോയ് ചെയ്യുന്ന ഒരു ആർക്കിടെക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ കംപ്ലീറ്റ്ലായിട്ട് കോഡ് പൈപ്പ്ലൈനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. കോഡ് പൈപ്പ്ലൈനെയും കോഡ് ബിൽഡിനെയും എല്ലാം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് ആർക്കിടെക്ചേഴ്സ് മോഡൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു ഫിഗർ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി സുഖമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നമുക്കിത് എങ്ങനെയാണ് നമുക്ക് ഒരു ജെങ്കിൻസ് EC2 ഇൻസ്റ്റൻസിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റപ്പ് ചെയ്ത് അപ്പ് ചെയ്തെടുക്കുന്നതെന്നുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് ജെങ്കിൻസിനെ കുറിച്ചൊന്ന് നോക്കി മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം ഇനി.